ഹലോ കൂട്ടുകാരെ, അഡ്വാൻസ് എക്സൽ ട്യൂട്ടോറിയലിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിന് ഉത്തരമാണ്. എങ്ങനെ നമുക്കൊരു ഡേറ്റ് റിമൈൻഡർ ആപ്ലിക്കേഷൻ എക്സലിൽ ക്രിയേറ്റ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് VBA കോഡിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് എക്സൽ ഫോർമുല ഉപയോഗിച്ച് സിമ്പിളായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഒരുപാട് വാല്യുബിൾ ഡോക്യുമെൻറ്റുകൾ നമുക്കുണ്ട്. പാസ്പോർട്ട്, ലൈസൻസ്, അതുപോലെ തന്നെ RC ബുക്ക് തുടങ്ങിയ ഒരുപാട് നമുക്ക് റിന്യൂ ചെയ്യേണ്ടതായ ഡോക്യുമെൻറ്റുകൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കിൽ നമ്മൾ അത് ആ ഡേറ്റ് ഓർമ്മിക്കാൻ മറന്നു പോവുകയും തന്മൂലം നമുക്ക് ഒരുപാട് പെനാൽറ്റി കെട്ടിവെക്കേണ്ട അവസ്ഥ വരികയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമുക്കിത് എക്സലിൽ ഒരു റിമൈൻഡർ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയുടെ നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സിമ്പിളാണ്, ഒരു ഈസിയാണ്. ചെറിയ ഫോർമുലകൾ ഉപയോഗിച്ച് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മളിവിടെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, അതെന്നാണ് എക്സ്പയർ ആവുന്നത് ആ ഡേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് റിമൈനിങ് ഡേയ്സ്, എത്ര ദിവസങ്ങൾ ഇനി ബാക്കിയുണ്ട്, അത് എക്സ്പയർ ആവാൻ എത്ര ഡേയ്സ് ബാക്കിയുണ്ട് നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ഗ്രീൻ കളറിങ് ചെയ്തത് ഇഷ്ടം പോലെ ഡേയ്സ് ഉണ്ട്. അതായത് ഒരു മാസത്തിൽ കൂടുതൽ ഡേറ്റ് ഉള്ളതാണ് നമ്മൾ ഗ്രീൻ കളർ ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തിൽ താഴെയുള്ളതിന് യെല്ലോ കളറായി വരും. നമ്മുടെ 0 ഡേയ്സോ അല്ലെങ്കിൽ അതിക്ക് താഴെ പോയി കഴിഞ്ഞാൽ, മൈനസ് ആയി കഴിഞ്ഞാലോ അവിടെ റെഡ് ഹൈലൈറ്റ് ആവും. നമുക്ക് ജസ്റ്റ് ഒന്നും ഡേറ്റ് മാറ്റി നോക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിങ്ങൾ കാണാം, ഇവിടെ റെഡിലേക്ക് മാറുന്നതായി കാണാൻ കഴിയും. ഞാനിത് 2020 ഏകദേശം ജനുവരി മാറ്റാം. ഇത് അമേരിക്കൻ ഡേറ്റ് ആയതുകൊണ്ടാണ് ഫസ്റ്റ് മാസം, പിന്നെ ഡേയ്സ്, പിന്നെ ഇയർ, അങ്ങനെ ആയിരിക്കും എൻ്റർ ആവുന്നത്. നമ്മൾ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയാൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാസം, ഇന്നത്തെ മാസം 7 ഏകദേശം നമുക്കൊരു 23 ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാം നമുക്ക് ഈ പാസ്പോർട്ട് എക്സ്പയർ ആവാൻ 7 ദിവസമാണ്. അതുകൊണ്ടാണ് ഇവിടെ യെല്ലോ കളറിൽ ഇത് ഹൈലൈറ്റ് ആയി വന്നിട്ടുള്ളത്. നമുക്കിതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. Ctrl+C, Ctrl+V. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഈ ഹെഡിങ്ങും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. Ctrl+C, Ctrl+V. അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ സ്പേസ് അറേഞ്ച് ചെയ്യാൻ മുകൾ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത്രയും ഡാറ്റയും നമ്മൾ കോപ്പി ചെയ്യണം. കാരണം നമുക്ക് അറിയാം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ടതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. വളരെ വീഡിയോ ചുരുക്കാൻ വേണ്ടി കോപ്പി ചെയ്യുന്നു മാത്രം. ഓക്കെ, നിങ്ങൾ കാണാൻ കഴിയും. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇതിൻ്റെ റിമൈനിങ് ഡേയ്സ് നമുക്ക് എങ്ങനെ കിട്ടാമെന്നുള്ളതാണ്. ഒരു സിമ്പിളാണ്, ഒന്ന് സൂം ചെയ്യാം. നിങ്ങൾ ചെയ്യണം ഇത്ര മാത്രം, ഈക്വൽ ടു നമ്മൾ ഏത് എക്സ്പയറി ഡേറ്റ് ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തതിന് ശേഷം മൈനസ് ജസ്റ്റ് ടുഡേ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡേറ്റ് കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിനെ ഒരു കസ്റ്റം ഫോർമാറ്റ് സെറ്റ് ചെയ്യാം.
അത് നിങ്ങൾ ജനറൽ സെറ്റ് ചെയ്താലും മതി. ഓക്കെ, ജനറൽ സെറ്റ് ചെയ്യാം. ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു സെൻറ്റർ അലൈൻ ചെയ്യാം. ഹോം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 7 days നിങ്ങൾക്ക് കിട്ടി അല്ലേ. നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സെയിം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. വെരി സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് ഇനി താഴെ നമുക്ക് എക്സ്ട്രാ സ്പേസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമുക്കിതൊന്ന് ജസ്റ്റ് ബോർഡർ കൊടുക്കാം. ഹോം റിബണിൽ ഓൾ ബോർഡേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാം ബോർഡേഴ്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനെ എങ്ങനെ കളറൈസ് ചെയ്യാം, അതിനുവേണ്ടി ഞാൻ സൂം ഔട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏത് ഭാഗമാണോ നമുക്ക് കളർ ചെയ്യേണ്ടത്, അതായത് നമ്മുടെ ഡേറ്റിനനുസരിച്ച് ഇതിന് കളർ ഹൈലൈഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, വെരി സിമ്പിളാണ്. നമ്മൾ ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം ഹോം റിബണിലെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ നിന്നും ഒരു ന്യൂ റൂൾ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ഓപ്ഷൻ ഫോർമാറ്റ് ഓൺലി സെൽ ദാറ്റ് കണ്ടെയ്ൻ എന്നുള്ള ഈ ഒരു സെലക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും ഈ ബിറ്റ്വീൻ എന്ന ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ലെസ് ദാൻ ഈക്വൽ ടു എന്നുള്ളിടത്ത് നമ്മൾ ജസ്റ്റ് 0 ടൈപ്പ് ചെയ്യാം. അതായത് 0 daysനേക്കാളും താഴെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ഒരു ഫോർമാറ്റ് ഫില്ല് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്റ്റൈലിന് വേണ്ടി നമുക്കൊരു വെർട്ടിക്കൽ ഫില്ല് സെറ്റ് ചെയ്യാം. നമ്മളിവിടെ റെഡ് സെലക്ട് ചെയ്യുന്നു. കാരണം 0 ഒരു ഡേഞ്ചർ സിഗ്നൽ ആയതുകൊണ്ട് നമ്മളങ്ങനെ സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഈ ബ്ലാങ്ക് സെല്ല് എന്താണ് ആക്ച്വലി 0 daysന് താഴെയാണ്. അപ്പോൾ അത് മിക്കവാറും അതും എന്താവും, റെഡാവും. അപ്പോൾ നമുക്ക് അത് ഒഴിവാക്കാൻ എന്ത് ചെയ്യണം, മുമ്പ് ചെയ്ത പോലെ മൊത്തം സെലക്ട് ചെയ്യുക. ഹോം റിബണിൽ നിന്നും കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ ഒരു ന്യൂ റൂൾ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടീഷണൽ ഫോർമാറ്റിൽ നിന്നും മാനേജ് റൂൾ എടുത്താൽ നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത റൂള് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്ത റൂൾ എന്താണെന്ന് ഇവിടെ കാണാൻ കഴിയും. അവിടെ നമുക്ക് ന്യൂ റൂൾ ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബ്ലാങ്ക്സ് എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ എന്ത് നമ്മൾ സെറ്റ് ചെയ്യണം, ഇതിൻ്റെ ഫിൽ കളർ വെയിറ്റ് സെറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എക്സ്ട്രാ ഉള്ള റെഡ് ഒഴിവായതായി നിങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പുതിയ റൂള് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന 30 days, അതായത് ബിറ്റ്വീൻ 1 to 30 daysൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഫിൽ കളർ വേണ്ടത്, ഫിൽ ഇഫക്റ്റിൽ പോയി യെല്ലോ സെലക്ട് ചെയ്യാം. വെർട്ടിക്കൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഇത് സെലക്ട് ചെയ്തെന്ന് മാത്രം. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ആവുന്നതായി കാണാൻ കഴിയും. ഇനി അടുത്ത് നമുക്ക് ഗ്രീനാണ്. ഗ്രീൻ ഓപ്ഷനിലാണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 30ക്ക് മുകളിലാണെങ്കിൽ നമുക്കെന്ത് ആവണം, അവിടെ ഒരു ഗ്രീന് അപ്ലൈ ആണ്. ഗ്രീൻ വെർട്ടിക്കൽ. ഓക്കെ ഓക്കെ അപ്ലൈ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഗ്രീൻ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ കളറും നമ്മളിവിടെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഒരു സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ വളരെ യൂസ്ഫുള്ളാണ്. ഓക്കെ, നമുക്കിതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി നോക്കാം. ഇതിന് ഡേറ്റ് ഒന്ന് മാറ്റി നോക്കാം. ഇതിന് സൂം ഔട്ട് ചെയ്യാം. 20ലേക്ക് മാറ്റുമ്പോൾ
ഇവിടെ എല്ലാം അപ്ഡേറ്റ് ആവുന്നുണ്ട്. 19 എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. 20 30 14 days. ഓക്കെ, എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്പേഴ്സ് ടു ടെക്സ്റ്റ് എന്ന വീഡിയോയിൽ അതിൻ്റെ കോഡ് കാണാനില്ല എന്ന് പല ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ന്യൂ റൂൾ പ്രകാരം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പുതിയതായ കോഡ് നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയുന്നില്ല. അതായത് ബ്രാക്കറ്റ്, കോമ, ബ്രാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് എറർ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനത് കമൻറ്റിൽ, ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സീ യു ബൈ.